ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും. ഈ ദാനം കിട്ടിയ പശുവിന്റെ പല്ലണ്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ രേണു? അല്ല, ഒരു സംശയം കൊണ്ട് ചോദിച്ചു പോയതാ. അവരൊരു വീട് വെച്ച് തന്ന്. അവര് വീട് വെച്ച് തന്നത് മാത്രമല്ല, ആ വീട്ടിലുള്ള ബാക്കി ഫർണിച്ചേഴ്സ്, കട്ടില്, അലമാരി, ഷെൽഫ്, TV തുടങ്ങിയ ഒരു വീട്ടില് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് അവരുടെ തുണിയായിട്ട് മാത്രം കയറി വന്നാൽ മതി. ആ രീതിയിലേക്ക് ഒരു വീട് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ബ്രാൻഡിനകത്ത് അവരുടെ 2 മക്കൾക്ക് വെച്ചു കൊടുത്തൊരു വീട്. ആ വീട്ടിനകത്ത് ഇപ്പം പ്രശ്നങ്ങളുണ്ട്, അവിടെ ആണി അടിക്കാൻ പറ്റത്തില്ല. ആണി വല്ലതും പറഞ്ഞ് തറയിൽ വീണ് കഴിഞ്ഞാൽ ഉടനെ ഈ വീട് വെച്ചവരെ വിളിക്കും, നിങ്ങൾ എന്തോ പണിഞ്ഞു വെച്ചേക്കുന്നതെന്ന്. അവിടെ മോട്ടോർ കംപ്ലൈന്റ് ആയി ഉടനെ അവർ വിളിക്കും, ഇവിടെ മോട്ടോർ കംപ്ലൈന്റ് വന്ന് റെഡിയാക്കാറുണ്ട്. എടാ, ഒരു വീട് വെച്ച് തന്നത് പോരാഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പണികളും അവർ തന്നെ ഒന്ന് ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ? പോരാത്തതിന് വാട്ടർ പ്യൂരിഫയർ വരെ വെച്ചു കൊടുത്തേക്കുന്നത്. അതായത് ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലാതെ തുടക്ക കാലത്ത് ജീവിക്കണം. അങ്ങനെ ജീവിച്ച് എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അവർ ചെയ്യണം. പിന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിലെ മെയിൻ്റെനൻസ് നമ്മളല്ല ചെയ്യേണ്ടത്, അല്ലാതെ വീട് വെച്ച് തന്നവരാണ് ചെയ്യേണ്ടത്. ഒരു മര്യാദയൊക്കെ വേണ്ട ഈ കാണിക്കുന്നതിന്, ഈ പറയുന്നതിനൊക്കെ. ഏത് രീതിയിലുള്ള വൃത്തികെട്ട റീച്ചിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പരിപാടി ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് നെഗറ്റീവാണ് വേണ്ടത്. നെഗറ്റീവ് കിട്ടുവാണെങ്കിൽ ഏത് വിധേന ഇവർക്ക് നല്ലത് ചെയ്തവരെ, നല്ലത് പറഞ്ഞവരെ എല്ലാം അടച്ചാക്ഷേപിച്ച് അങ്ങ് ഇല്ലാതാക്കണം. ഇല്ലാതാക്കി ഇവർക്ക് അതിൽ നിന്നും കുറച്ച് ആഹാരം നല്ലോണം കിട്ടണം. കിട്ടി അതിനകത്ത് ഇച്ചിരി കൊഴുക്കണം. അത് മാത്രമാണ്. കാരണം ഞാൻ ഇപ്പൊ ഈ പുറത്തു വിടാൻ പോകുന്ന ഈ വീട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ആണ്. കാരണം ഈ വീട് വെച്ച് കൊടുത്തതിനെ തുടർന്ന് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അയാൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് പറയുന്നുണ്ട്. അയാൾ കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് കിച്ചുവുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും കിച്ചു അവനുണ്ടാവുന്ന കൃത്യമായ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വരെ ഈ വ്യക്തിയോട് ഷെയർ ചെയ്തു. ഇതൊന്നും ഇവർ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് എന്റെ മൂത്ത മോനോട് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്തതൊക്കെ പറയുന്നത് വെറും പ്രഹസനം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന, വെറും പ്രഹസനത്തിന്റെ അങ്ങേയറ്റ പരിപാടി. ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബ്രാൻഡ് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാതെ ഫിറോസ് ഭായിയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്നെ. നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയുക, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരി, ദാനം തന്നത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഇവര് പറയുന്നുണ്ടോ, ഇവര് കിടക്കുന്നിടത്തില്ല, അപ്പുറത്തെ ബെഡ്റൂമിന്റെ അടുത്ത് ആ ജനലിന്റെ അവിടെ ഇങ്ങനെ ചോർച്ച ഉണ്ടെന്ന്. എന്നിട്ട് ഇവര് തന്നെ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല എന്തോ ചെയ്യണമെന്ന്. എടാ, നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഒരു വീടുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു ചോർച്ച വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും എന്തോ ചെയ്യണം, അവിടെ എന്തോ വേണ്ടത്. ഒരു വെള്ളം ഇങ്ങോട്ട് വീഴുവാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് വെച്ചാലായിരിക്കും വെള്ളം വീഴായിരിക്കും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എടാ, പണ്ടൊക്കെ നമ്മൾ ഓടിട്ട് വീട്ടിൽ താമസിച്ചാൽ വല്ല ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ പാത്രം എടുത്ത് വെക്കും, വെള്ളം വീഴായിരിക്കും. ഇല്ലെങ്കിൽ വെളി കയറിയിട്ട് അതിൻ്റെ എന്തെങ്കിലും വല്ല ഷീറ്റോ വല്ല പേപ്പറല്ല എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ കുത്തിക്കയറ്റി എടുത്ത് വെക്കും. ഓടൊന്ന് പൊക്കി വെക്കും, ഓടൊന്ന് ചരിച്ചു വെക്കും. അത് ജസ്റ്റ് കോമൺ സെൻസാ. അതിന് വെള്ളം വീഴുന്ന പറഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ആ വെള്ളം വീണോണ്ടിരിക്കുകയാണല്ലോ, ആ എന്റെ മുറ്റത്ത് വന്ന് വീണ്, എന്റെ ബെഡി വന്ന് വീണ്, ഇവർ എന്ത് കോപ്പായി ചെയ്തു വെച്ചേക്കുന്നത്, എന്തൊരു വീടായി ചെയ്തു വെച്ചാൽ ഇങ്ങനെയാണ് വെള്ളം വന്ന് വീഴുന്നത്, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. നമ്മൾ വെള്ളം വന്ന് വീഴുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളെ കൊണ്ട് ചെയ്തു വരുന്നത്. ഒരു 10 കട്ട ഫ്രീ ആയിട്ട് മേടിച്ചു തന്നില്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ. ആ 10 കട്ട വെള്ളത്തില്ലെന്ന് നിന്റെ അത് പറയല്ലേ. വേണമെങ്കിൽ അതെടുത്ത് വെക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മാറുക. ആ 2 പിള്ളേരെ അതിനകത്ത് താമസിച്ചോളൂ. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. നമസ്കാരം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട്, രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 അല്ല 200 അല്ല, എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്.
ശരിക്കും ഇത് വൃത്തികെട്ട പരിപാടിയാട്ടോ. ഇവരെ ഇത്ര നാൾ റിയാക്ട് ചെയ്ത് നടക്കൊന്നുമല്ല. ഒരു വീട് വെച്ച് തന്ന അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പരിപാടി. വീട്ടിലേക്ക് ഹിതാനം അടിച്ചു കയറി എന്തോ വേണമെന്ന് അറിയത്തില്ല. അവരൊരു തട വെക്കണം. നിങ്ങൾ ബസ്സിനകത്തിരിക്കുമ്പോഴത്തേന് കാറ്റടിച്ച് വെള്ളം ഒത്തോട്ട് വരുമ്പോൾ എന്തോ ആ ഷട്ടർ പിടിച്ച് താഴെട്ടിടും. അങ്ങനെയുള്ള എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് വന്നിട്ടൊരു സോഷ്യൽ മീഡിയയിൽ ഇവർക്കറിയാം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയമാകുമെന്ന്. ആ രീതിയിൽ മറ്റുള്ളവർ സഹായിക്കുന്നവരെ വരെ നാണം കെടുത്തി അപമാനിച്ച് അവരെ കൊണ്ട് ഇനി അതുപോലൊരു സഹായം ഒരു പട്ടിക്കുഞ്ഞു ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സില്ലാതാക്കുന്ന പരിപാടി. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിൾ, ഡൈനിങ് ടേബിൾ, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽറ്റർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. കേട്ടില്ല എന്തൊക്കെ ചെയ്തു കൊടുത്തു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഒരു വീട് വെച്ചു കൊടുക്കുക മാത്രമല്ല, ആ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. ഇട്ടിരിക്കുന്ന തുണിയും മണിയും ചട്ടിയും മാത്രം കൈ മതി എല്ലാവർക്കും. ബാക്കി എല്ലാവരും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു വീട്ടിൽ താമസിക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തവർക്ക് ഒരു ശീതാനം അടിച്ചു കഴിഞ്ഞാൽ അതിന് വെച്ചു കൊടുക്കാൻ ഇവർ തന്നെ അല്ലണമെന്ന്. അപ്പൊ പറയാം, അടുത്ത കൂടെ പറയാം. അതാ എന്റെ ഹൈലൈറ്റ്. മൊത്തം കേട്ടു നോക്ക്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കാണാത്ത, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാനങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് സഹായിക്കാൻ ക്യാഷൊന്നുമില്ല അവരുടെ കയ്യിൽ. പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കും, എന്താ ഭയങ്കര ഇത്. എനിവേ, ഞാൻ കൂടുതൽ പറയുന്നില്ല. കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷനായി പോകും. ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ, ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ആർക്കൊണ്ടൊക്കെ ചെയ്യിച്ചോളൂ. ആന മേടിച്ച് തരുന്ന പോലെ എന്റെ തോട്ടിയും കൂടെ മേടിച്ചു തരണം. എനിക്കറിയാൻ വയ്യ എന്ത് ജീവിതമാണ്, എന്ത് ആൾക്കാരാണെന്നുള്ളത്. ഇപ്പോഴല്ലേ ഇച്ചിരിയുടെ ക്ലാരിറ്റി കൂടുതൽ ഇവരെ കുറിച്ച് കിട്ടുന്നത്. ഇതുപോലെ പല വ്യക്തികൾക്കും പലതും പറയാനുണ്ട്. പലരും മിണ്ടാതിരിക്കുവോ, ഇവര് തന്നെ കുത്തിപ്പൊക്കി അവരെ കൊണ്ടെല്ലാം വാ തുറപ്പിക്കും. ഉള്ള കാര്യം പറയാലോ, ഇവർ ഈ സുധി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇവരുടെ പേരിനകത്തുനിന്ന് മറ്റേന്നെടുത്ത് മാറ്റി കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുണ്ട്. അടപടലം കപടത മാത്രം നിറഞ്ഞൊരു പരിപാടിയത്. ഫണ്ടില്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിന്റെ പരിപാടിക്ക് അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ട് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തികയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരാൾ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേനോട് പോവുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോകുകയോ ബന്ധപ്പെടുകയൊന്നും ചെയ്തില്ല. പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ശീതടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 4000 രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളൊരു വീട്, നല്ലൊരു വീട് തന്നെ അതിന്റെ മെയിൻ്റെനൻസ്. നിങ്ങൾ വീട് വെച്ച് കൊടുത്തപ്പോഴത്തേന് ഇവർക്ക് മാത്രമായിട്ട് ഇലക്ട്രീഷ്യനെ കൂടെ കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് പറ്റിപ്പോയതാ. ഇവരെന്ത് വിചാരിച്ചിരിക്കുന്നത്? സ്വന്തം വീട്ടിലൊരു ബൾബ് മാറണമെങ്കിൽ വീട് വെച്ച് കൊടുത്തു, ഒരു മോട്ടോർ മാറണമെങ്കിൽ അല്ലേ
ഇനിയിപ്പോ ഒരു ടൈലെല്ലാം പൊട്ടിയാൽ ഇവരെ തന്നെ വിളിക്കും, അത് മാറ്റിയിട്ട് തരാൻ പറയുമായിരിക്കും. ഇവരെന്തോ അപരാധം ചെയ്ത പോലെ വല്ല കാര്യം ഉണ്ടായിരുന്ന വഴിയെ പോയ വയ്യാവേലിയെ വിളിച്ചു വരുത്തിങ്ങി പാടാൻ എന്റെ തലയിലോട്ട് കയറി ഇരിക്കുന്നു പറഞ്ഞ് ഇവർ കയറ്റി ഇരുത്തി കണക്കായിപ്പോയി. വീട് വെച്ച് കൊടുത്ത പോരാഞ്ഞിട്ട് അതിനകത്ത് പൈസ ഷോർട്ട് ആയതുകൊണ്ട് അവരത് ഏതെങ്കിലും പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത പോരാഞ്ഞിട്ട് അവർക്കൊരു വേറെ ഒരു എക്സ്ട്രാ റൂം കൂടെ ഇറക്കണം അതും പറഞ്ഞു അവരോട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓരോ പരിപാടികൾ ഇതെല്ലാം ബൾബ് വരെ മാറുന്നതിന് അവർ ചെയ്തു കൊടുക്കണമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കെ. കയ്യിൽ പൈസ ഇല്ല, ഒരു ഗ്ലാസ് ഇടാനായിട്ട് പൈസ ഇല്ലെന്ന് ഇവർക്ക്. അയ്യോ കഷ്ടം. രേണുവിന് ഒരു ഇന്റർവ്യൂവിനൊന്നും പൈസ കിട്ടുന്നില്ലായിരിക്കും അല്ലേ? ഈ കാണിക്കുന്ന ഷോർട്ട് ഫിലിമിലും ഈ അഭിനയിക്കാൻ പോകുന്ന സിനിമകൾക്കൊന്നും പൈസ കിട്ടാത്തൊരു പരിപാടിയായിരിക്കും. ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കും. മഴക്കാലമല്ലേ, അവിടെ എല്ലാം വെള്ളമാണെന്ന്. ഇല്ല പൊന്നി ചേച്ചി, ഇതൊന്നും ഇല്ലാത്തവർ വരെ കയ്യിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് ആ വെള്ളം വീഴാതെ മറക്കാനുള്ള സ്ഥിതി അവർക്കുണ്ട്. അവർക്കറിയാം, കാരണം അവർക്ക് വിവരമുണ്ട്, കോമൺ സെൻസ് ഉണ്ട്. ആ ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇമാതിരി കിടന്ന് പരിപാടി സോഷ്യൽ മീഡിയ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് വഴി എന്തെങ്കിലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മതിയായി. എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാരും ഇല്ല. അവിടെ ഉള്ള എല്ലാം രേണുവിന്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധി അത് അവരുടെ പേഴ്സണലായിട്ട് കാര്യമല്ല, അവർക്ക് വേണ്ടിയിട്ട് പണിഞ്ഞു കൊടുത്ത വീടാ. ഇപ്പൊ ഓരോ വ്യക്തികൾ വന്ന് പറയുന്നുണ്ടല്ലോ അവിടെ എന്തുവാ നടക്കുന്നത്, എങ്ങനെയാ നടക്കുന്നത്. ഇതുപോലെ എന്നോട് വരെ പേഴ്സണലായിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് മുന്നേക്ക് എടുത്ത് കൊണ്ടുവന്ന് സംസാരിക്കാത്തതും പറയാത്തതും അതെന്തൊക്കെയാണെന്നുള്ളത്. വ്യക്തമായ തെളിവുകൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എടുത്തൊന്ന് കാണിക്കുകയും ചെയ്യും, പറയുകയും ചെയ്തിരിക്കും. മൂത്തമാനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവനവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ്. അവിടെ ആര് നിൽക്കണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ സുധിയുടെ അമ്മയും സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും. അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത്. അപ്പോൾ അത് ഞാൻ അതിനകത്ത് കൂടുതലാകുന്നില്ല. അപ്പോൾ എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയുന്നത്, ദയവേത് എനിക്ക് വീടുണ്ടാക്കാൻ സഹായത്തിന് അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിന് ആരും മെസ്സേജ് അയക്കരുത്. ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടെ ചോർച്ചയൊന്നുമില്ല. ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട്. അത് അവർക്കൊരു 4000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ. അവർക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ മറുപടിയായിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് മതി ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കും ഇതുപോലൊരു ഉപകാരം കിട്ടാത്ത രീതിയിൽ അവരും തിരിച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടേണ്ട ഏതെങ്കിലും ഒരു സംരംഭം ഒരു വ്യക്തിയായിരിക്കും ഇവർ ഈ പറഞ്ഞത് കൊണ്ടോ ഇവർ ഈ താറടിച്ച് കാണിച്ചത് കൊണ്ടോ അവസാനിക്കാനായിട്ട് പോകുന്നത്. അതായത് അവർക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി അവർക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള രീതി ഇവരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവർക്ക് ഇനി മറ്റുള്ളവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ജീവിത രീതി കൊണ്ട് അവർ കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. അവർക്ക് ഇനി മറ്റുള്ള ആരുടെയും ജീവിതമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നതെന്ന് നോക്കേണ്ട ഒരു ആവശ്യവും കാണുന്നില്ല.